ഇപ്പൊ എന്ത് റെഡിയാക്കുക? പൊങ്കൽ റെഡിയാക്കുക. കഴിയാറായ? റെഡിയാറായ? റെഡിയാറായി. എത്രാമത്തെ പ്രാവശ്യം പൊങ്കാലിടാൻ വരുന്ന? പൊങ്കാലിടാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ ഒരു 30 വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന് കുറെ ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു. സുഗതകുമാർ ടീച്ചർ, കവി ടീച്ചറിന്റെ കൂടെ അവരുടെ പ്രകൃതി സംരക്ഷണ സമിതിയിലൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ ഇവിടെ ഓരോ ചെടികളെ കുറിച്ചും പക്ഷികളെ കുറിച്ചും ഒക്കെ പഠിക്കാനും ഞാനിപ്പോ സ്കൂളിൽ ടീച്ചറാണ്. അങ്ങനെ ഞാൻ ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഈ സീതാകുളത്തിലും തീർത്ഥത്തിലൊക്കെ വന്നിട്ടുണ്ട്. പൊങ്കാലിടാനായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ചേച്ചി എന്തുകൊണ്ട് വിശേഷങ്ങൾ? ആദ്യമായിട്ടാണ് പൊങ്കാലിടാൻ വരുന്നത്? ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. എങ്ങനെ കേട്ടിട്ടാ ഇവിടെ വന്നത്? ടീച്ചറെ കൊണ്ട്. അപ്പൊ ചേച്ചി എന്തായിട്ട് വർക്ക് ചെയ്യാം? ടീച്ചർ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്തവണ ഇവിടെ വന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസം, എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ലക്ഷ്യം കാണുമല്ലോ. എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷ വന്നതില്ല. ഓക്കെ. എന്താണ് ചേച്ചി ഇത്തവണത്തെ പൊങ്കാല ആദ്യമായിട്ടാണ് വരുന്നത്? ഓക്കെ. നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സാ? കൊളീഗ്സാ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടൈം. എന്തെങ്കിലും വിഷയം ഉണ്ടോ ഇത്തവണ? ഓക്കെ. നമ്മളെ ഈ പൊന്മുടിയിൽ നടത്തുന്ന ഈ ഒരു സീതാ തീർത്ഥം. ഓക്കെ. സീതാ തീർത്ഥം പൊങ്കാലയെ പറ്റി ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? മകരം ഒന്നിന് നടത്തുന്നതാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ വിശ്വാസികളും വന്ന് ആ മകരം ഒന്നിന് വന്ന് പൊങ്കാല ഇടും. എല്ലാ വർഷവും വരാറുണ്ടോ ഇതുപോലെ? ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എവിടെ സ്ഥലം? എവിടെയാണ്? ഇവിടെ കല്ലാറ് തന്നെയാണ്. ഓക്കെ. അമ്മ എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. എന്റെ പിള്ളേർക്ക് അപേക്ഷയുണ്ട്. അപേക്ഷ കാരണം രണ്ടുപേരും കൊണ്ടൊന്ന് പൊങ്കലിട്ട് നമ്മള് അല്ലാതെ എല്ലാ വർഷവും ഒന്നും തൊഴാറുണ്ട്. ഓക്കെ. എല്ലാ വർഷവും വരാറുണ്ടോ? ഞാനിപ്പോ ആദ്യമായിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അമ്മ അപേക്ഷ നേർന്നത് വെച്ചിട്ട് വന്നതാണ്. ഓക്കെ. മോളങ്ങനെ എത്രാമത്തെ പ്രാവശ്യം വരുന്ന? രണ്ടാമത്തെ പ്രാവശ്യം. ചേട്ടനാ? വരാറില്ല. ഇപ്പോഴും ഇടയ്ക്ക് വെച്ചില്ല. പിന്നെ അതിന് മുമ്പ് നമ്മൾ 1-ാം തീയതി ഇപ്പൊ ഈ ടൂറിസ്റ്റ് എക്കോ വന്ന് പിന്നെ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോഴാണ് 1-ാം തീയതി തുടങ്ങുന്നത്. അതിന് മുമ്പ് നമ്മൾ 1-ാം തീയതി ആയിരുന്നു. ഓക്കെ. അമ്മച്ചി എത്രാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞത് ഇവിടെ പൊങ്കാല? 10 വർഷമായി. മുമ്പത്തെ പൊങ്കാലയുടെ അത്രയും തിരക്കുണ്ടോ? ഇപ്പൊ നല്ല തിരക്കാണ്. നല്ല മുമ്പത്തെങ്ങാട്ട് തിരക്കുണ്ടോ? ഓക്കെ. ചേച്ചിയുടെ ചോദിക്കാം, മുമ്പത്തെങ്ങാട്ടി തിരക്കുണ്ടോ ഇവിടെ? മുമ്പത്തെങ്ങാട്ടിലും ഇടയ്ക്ക് തിരക്കില്ലായിരുന്നു. ഇപ്പോഴും 2 വർഷം കൊണ്ട് തിരക്കില്ല. ഈ വർഷം നല്ല തിരക്കുണ്ട്. ഈ വർഷം നല്ല തിരക്കുണ്ട്. എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? 8 പ്രാവശ്യമായി. ഇത്തവണ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഗ്രഹം വല്ലതും ഉണ്ടോ നടത്താൻ വേണ്ടി? അല്ലാതെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? അപ്പൊ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലേ ഇവിടെ പൊങ്കാലിടാൻ? വരുന്നവരാണ്. എത്രാമത്തെ പ്രാവശ്യം പൊങ്കാലിടാൻ വരുന്നത്? 8 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണ് മെയിനായിട്ട്? പണ്ട് കാലം തൊട്ട് സീത കുളിച്ച കുളം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് അവരിപ്പൊ നടത്തിക്കൊണ്ട് തന്നെ സീതയും ശ്രീരാമനെയും അതിന്റെ അടിമകളിലെ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ അപ്പൊ ഇവിടെ വന്ന് സീത ചവിട്ടിയ കുളമാണ് എന്നാണ് പറയുന്നത്. സീത നടന്ന കുളം, കുളിച്ച കുളം. ഓക്കെ. അത് ഏത് സ്ഥലമാണ് കറക്റ്റ്? വാപ്പാറയാണല്ലേ? വാപ്പാറയാണ് സീത കുളിച്ച കുളം എന്ന ഐതിഹ്യമുള്ളത്. അതായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം പറയാം. സീത കുളിച്ച കുളം എന്ന് പറയുമ്പോഴത്തേക്കും സീത കുളിച്ച കുളം എന്നാണ് ഇവിടെ പറയപ്പെടുന്നതും പുരാണങ്ങളിൽ ഉണ്ടത്. അപ്പൊ അത് പിന്നെ സ്ത്രീകൾ കംപ്ലീറ്റും ഇവിടെ ഈ ദേവിയെ സങ്കല്പിച്ചും കൊണ്ട് അവര് സാമ്പത്തികമായിട്ടായിരുന്നാലും അവരെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഏത് പ്രശ്നം വന്നാലും അവർ ഇവിടെ വിളിച്ച് അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വരുന്ന കറക്റ്റായിട്ട് അത് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവർ ഇവിടെ പൊങ്കാലയ്ക്ക് വരുന്നത്. കാരണം ഞാൻ തിരക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരി. ഓക്കെ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടംപോലെ പേരാണെങ്കിൽ പൊങ്കാല ഇവിടെ അർപ്പിക്കുന്നുണ്ട്. പൊങ്കാല ഇഷ്ടംപോലെ പേര് അർപ്പിച്ചിട്ട് ആക്ച്വലി ഇഷ്ടംപോലെ പേരാണെങ്കിൽ നല്ല വെയിൽ കേട്ടോ. പൊങ്കാലയുടെ ചടങ്ങുകളൊന്നും കഴിഞ്ഞിട്ടില്ല. വർഷത്തിലൊരിക്കൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു എൻട്രി ഉള്ളത്. ആക്ച്വലി ട്രൈബ്സിൻ്റെ ഒരു പൊങ്കാല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.
ഈ ഒരു സൈഡിൽ എന്താ ഇവരൊക്കെയാണ് പൊങ്കാല ഇടുന്നത് എന്ന് കാണിച്ചത്. നമ്മള് സീതാതീർത്ഥം പൊങ്കാലിടാൻ വേണ്ടി വേറൊരു ഫാമിലി പരിചയപ്പെട്ടായിരുന്നു. ചേച്ചി തിരക്കിലാണോ? ഇത് എത്രാമത്തെ പ്രാവശ്യം ഇവിടെ പൊങ്കാല? ആദ്യത്തെ പൊങ്കാലിടാൻ വരെയാണ്. ചേച്ചി എത്രാമത്തെ പ്രാവശ്യം പൊങ്കാലിടാൻ വരും? മൂന്നാമത്തെ പ്രാവശ്യമാണ്. പറഞ്ഞു എവിടെ സ്ഥലം എവിടെയാണ് നിങ്ങളുടെയൊക്കെ? എല്ലാരും വിതിരയെന്നാണോ? ഓക്കെ, പേരെങ്ങനെയാണ്? അശ്വതി. എത്രാമത്തെ വട്ടമാണ് പൊങ്കാലിടാൻ വരുന്നത്? ആദ്യത്തെ വട്ടമാണ്. ചേച്ചി എന്താണ് പേരെങ്ങനെയാണ്? രേണുക. ഇവിടെ തന്നെയാണ് സ്ഥലം? വിതിര. എത്രാമത്തെ വട്ടം പൊങ്കാല? ഇവിടുത്തെ പൊങ്കാലയുടെ പ്രത്യേകത എന്താണ് അറിയോ? എന്താണ് ഐതിഹ്യം? ഐതിഹ്യം അറിയാനുള്ള നമുക്ക് കുറച്ച് പഴയ ആൾക്കാരുടെ ചോദിക്കാം. എന്താണ് അമ്മച്ചി ഇവിടുത്തെ ഐതിഹ്യം? എന്താണ്? നമ്മൾ പൊങ്കാലിടാൻ വേണ്ടി വരുമല്ലോ വർഷത്തിലൊരിക്കൽ. അമ്മച്ചിക്ക് അറിയാനുള്ള ഐതിഹ്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ശക്തി എന്താണ്? നമ്മൾ ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് ഒരു പവർ ആണല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തോടു കൂടിയാണല്ലോ ഇവിടെ നടത്തുന്ന. അതെന്താണ് സംഭവം? നല്ലൊരു ഐതിഹ്യം പറയണം പൊങ്കാലയ്ക്ക് വേണ്ടി. അപ്പൊ ഞങ്ങൾക്ക് നല്ല ഇതാണ് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ. ഓക്കെ. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തവണ എന്താണ് ആഗ്രഹങ്ങൾ എന്തെങ്കിലും കാണുമല്ലോ നടക്കാൻ വേണ്ടി? നമ്മൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് വരുമ്പോഴേക്കും ഒരാഗ്രഹം കാണുമല്ലോ. എന്താണ് ഇത്തവണ ആഗ്രഹം? ഞാൻ ഇപ്പൊ മൂന്നാമത്തെ തവണയാണ് വരുന്നത്. ഇവിടെ കുടുംബത്തിന് നല്ല സമാധാനവും സന്തോഷവും. ഇത് നമുക്കൊരു മറ്റൊരു ഉദ്ദേശം വെച്ചാൽ നമ്മള് ലോകത്തിന് ഒരു നന്മ ഉണ്ടാകണം എന്നൊക്കെ ഉള്ള മനസ്സിലർപ്പിക്കും പൊങ്കാല. അങ്ങനെയാണ് പൊങ്കാല അർപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അമ്മച്ചി എന്താണ് വിശേഷം? ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രാമത്തെ തൊട്ടാണ് പൊങ്കാലിടാൻ വരുന്നത് ഇവിടെ? 5ാമത്തെ തൊട്ടാണ് ഇടുന്നത്. ഇത്തവണ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ. നമ്മളെന്ത് അമ്മ സീതാദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് എന്നും നമ്മളെ സങ്കടം പറഞ്ഞു നടക്കും. ആ സങ്കടം. ഓക്കെ.